നമസ്കാരം. ജൂൺ മാസം നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തുറന്നു കഴിഞ്ഞു. പല തീയതികളിലാണ് നമ്മുടെ അധ്യയന വർഷം ആരംഭിക്കുന്നത്. എന്തായിരുന്നാലും മിക്കവാറും സ്കൂളുകളെല്ലാം തന്നെ തുറന്നു കഴിഞ്ഞു. നമ്മുടെ കുട്ടികളെല്ലാം പഠനങ്ങൾക്ക് വേണ്ടി പോയി തുടങ്ങി. ആദ്യമായി ചേരുന്നവരുണ്ട്, അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞ് അവർ പാസ്സായതിനു ശേഷം പോകുന്നവരുണ്ട്. ആയിക്കോട്ടെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് രക്ഷകർത്താക്കളുടെ ഒരു പ്രധാന ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ, സ്കൂളിൽ പോകാനൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്, കൃത്യമായി പോകണമെന്നുള്ളൊരു താല്പര്യം വരുന്നുണ്ട്. അഥവാ വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇനിയെങ്കിലും കുട്ടികളെ ദിവസവും രാവിലെ 5 മണിക്ക് എഴുപ്പിക്കുക. 5 മണിക്ക് എണീറ്റ് പഠിക്കാൻ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം എന്തെങ്കിലും എടുത്ത് വായിക്കാൻ പറയുക. 5 മണിക്ക് അത് എഴുന്നേൽക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മുതിർന്ന ക്ലാസ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവർ 4 മണിക്ക് കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ ഈ 4 മണി 5 മണി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയർ സൈലൻ്റ് ആയിരിക്കും, നമ്മുടെ മനസ്സ് വളരെ വൈബ്രൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ അത് കയറിക്കൊള്ളും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ശീലം നമ്മുടെ രക്ഷകർത്താക്കൾ ഇതോടൊപ്പം തന്നെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് എളുപ്പം ഗ്രഹിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, സംശയങ്ങൾ കൂടുതൽ ചോദിക്കുവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ സംശയങ്ങൾ കൂടുതൽ വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ സംശയം ചോദിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോവുക. ആഴ്ചയിലൊരിക്കലെങ്കിലും അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി അവരെ കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ആ ഭാവി കുറച്ചുകൂടി നന്നായിരിക്കുവാൻ വേണ്ടി, നാം ഉദ്ദേശിക്കുന്ന പല മേഖലകളിലും അവനെത്തുവാൻ വേണ്ടി രക്ഷകർത്താക്കളുടെ ഒരു ജോലി ഈ വർഷം മുതൽ ആരംഭിക്കുക. മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തൂ. നന്ദി.